ഹായ് ഹലോ പിള്ളേർ സുഖമായിട്ടിരിക്കുകയല്ലേ? നമ്മൾ സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. നമുക്കിവിടെ ഭയങ്കര വെയിലാണ്. കുറച്ച് നാളായിട്ട് എന്നാ ചൂടാണ്. വീടിനുള്ളിലോ പുറത്തോ ഒന്നും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. 2 ദിവസമായിട്ട് മഴ പെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ. ഇന്ന് അത്യാവശ്യം രാവിലെ തൊട്ട് ഈ മഴയുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും നല്ല ചൂടുണ്ട്. മഴ പെയ്യുന്നത് കൊണ്ട് ഞങ്ങളിന്ന് പുറത്തോട്ട് വന്നിട്ട് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ഇരിക്കാമെന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് മഴ അങ്ങ് പോയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ ഇങ്ങനെ പെയ്യുന്നത് പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ചാറും, അത് കഴിഞ്ഞ് പോകും. ആ ഒരു അവസ്ഥയാണ് കേട്ടോ. പുറത്തിരുന്നാലും നല്ല ചൂടുണ്ട്, ഇങ്ങനെ വീർത്ത് ഒലിക്കുന്നുണ്ട്. രാവിലേക്ക് മഴയാണ്, നല്ല മങ്ങി കിടക്കാണ്, വെയിലൊന്നുമില്ല, പക്ഷെ നല്ല ചൂടുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്ക് നല്ല തികൃത്ത് മഴ പെയ്യുന്നു. അയ്യോ, മഴ കാണുമ്പോഴേ ഇല്ല, കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെയാണ് എൻ്റെ അവസ്ഥ. ഒന്ന് തണുപ്പ് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നിങ്ങനെ തോന്നുമായിരുന്നു. അത്രയ്ക്ക് അങ്ങ് ബോഡി ഹീറ്റായിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രിയിലൊക്കെ ഒന്ന് ഉറങ്ങിയിട്ട് തന്നെ എത്ര ദിവസമായി. നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ഉണർന്നിട്ടേ ഇരിക്കും. ചൂട് കാരണം വെള്ളം കുടിക്കും, ബാത്റൂമിൽ പോവും, അതൊക്കെ തന്നെ ആയിരുന്നു എൻ്റെ അവസ്ഥ കേട്ടോ. മഴവെള്ളം ഇങ്ങനെ വന്ന് നമ്മുടെ മുഖത്തോട്ടടിക്കുമ്പോൾ എന്ത് രസമാണെന്നറിയോ. ചീതാനം എന്ന് നമുക്ക് പറയും കേട്ടോ. ഇങ്ങനെ കാറ്റടിച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അടിപൊളിയാണ്, നല്ല തണുപ്പായിരുന്നു. കുറച്ച് നേരം അവിടേക്ക് ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അമ്മ ചക്ക കൊണ്ട് തന്നു. ഇത് പഴുത്ത ചക്കയല്ല കേട്ടോ, പച്ച ചക്കയാണ്. വരിക്കച്ചക്കയല്ലല്ലോ, മറ്റേ ചെമ്പരത്തി ചക്ക ഉണ്ടല്ലോ, അതാണ്. നല്ല കളറാണ് ഇതിന്, നല്ല ചുമന്നിരിക്കും. പഴുക്കുമ്പോൾ അടിപൊളി കളറും നല്ല മധുരമാണ്. ഇത് അവിടെ നിന്നെങ്ങാണ്ട് അമ്മ വന്നപ്പോൾ അവിടുത്തെ മാമിയെങ്ങാണ്ട് കൊടുത്ത് വിട്ടുകയാണ് എനിക്ക് കഴിക്കാനെന്നും പറഞ്ഞിട്ട്. അങ്ങനെ അതിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ 2-3 കഴിച്ചു. എൻ്റെ കുഞ്ഞിന് ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ണിനേരെ കണ്ടുകൂടാ. ആ മനുഷ്യനെ നിർബന്ധിച്ചൊക്കെ കഴിക്കും. ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് കൊടുത്താലും എവിടെ നിന്ന് കഴിക്കാനാ. അങ്ങനെ പിന്നെ അതിൽ നിന്ന് 2-3 കഴിച്ചതിന് ശേഷം മഴ പെയ്യുമല്ലേ, അതുകൊണ്ട് നമുക്ക് കാറെടുത്ത് വെളിയിലിടാമെന്നും പറഞ്ഞ് കുഞ്ഞനെടുത്തോണ്ട് പോയി ഇടുക കേട്ടോ. ഇച്ചിരി മഴവെള്ളം വീഴുമ്പോഴത്തേക്ക് അന്നേരം എളുപ്പം കഴുകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇതാ കുറച്ച് നേരം മഴയ്ക്കകത്ത് കൊണ്ടിട്ടു. വലിയ മഴയൊന്നും ഇല്ല കേട്ടോ, അത്യാവശ്യം ഇങ്ങനെ ഇച്ചിരി വലിയ ചാറ്റിൽ പോലെയൊക്കെ പെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇറങ്ങി പോരെ, എന്നിട്ട് പിന്നീട് പോയി എടുത്തിടാമെന്ന് പറഞ്ഞിട്ട് പറയാം വേണ്ട ഞാൻ ഇവിടെ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ നനഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട്. അത് കഴിഞ്ഞത് കുടയും എടുത്തിട്ട് പതുക്കെ ഇറങ്ങി പോയേക്കാണ്. ഒന്ന് കഴുകിയും കൂടെ കൊടുക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ കൈ കൊണ്ടും തുണി കൊണ്ടും ഒക്കെ തൂക്കുന്നുണ്ട്. പിന്നെ ഇതാ ഓസ് വെച്ചിട്ടായി അടുത്തത്. ആദ്യം മഴയിലൊന്ന് ഇട്ടാൽ മതി, ഇന്നലെ മഴ പെയ്തപ്പോഴത്തേക്ക് കുറേ പൊടിയൊക്കെ അങ്ങ് പോയി എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ പിന്നെ കാറൊക്കെ കഴുകിയിട്ട് കയറി വന്നപ്പോഴത്തേക്ക് ഇവിടെ അമ്മ കഞ്ഞിവെള്ളം കൊണ്ടുവന്നു. കഞ്ഞിവെള്ളം കുടിക്കുന്നത് നല്ലതാണ് ക്ഷീണത്തിനെന്നും പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു കപ്പ് ഞാൻ കുറച്ച് മുന്നേ വെള്ളം കുടിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ദാഹമേ ഇല്ലായിരുന്നു. പക്ഷേ ഈ അമ്മയുടെ നിർബന്ധപ്രകാരം ഞാൻ പകുതി കുടിച്ചിട്ട് ബാക്കി കുഞ്ഞിനും കൊടുത്തു. പിന്നെ അടുക്കളയിൽ വന്നപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ അടുത്ത് കറിയുടെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. ഞാൻ അമ്മ ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ പിന്നെ എടുത്തതാണ്. കൂട്ടുകറിയാണെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ പടവലങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ തുമരം പരിപ്പ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. തോരമ്പരിപ്പ് അത് വേവിച്ചെടുത്ത് ഒരു പകുതി വേവിനെടുത്തതിന് ശേഷം അതിനകത്തുള്ള വെള്ളവും പിന്നെ നമ്മുടെ പടവലങ്ങ ഇച്ചിരി വലുപ്പത്തിന് അരിഞ്ഞതും കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് ഉപ്പ് ഒഴിച്ച് നമ്മളൊന്ന് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം. പിന്നെ ഇതാ കറിവേപ്പില ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ചതഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഈ ചതച്ചത് പിന്നെ ഇതാ നമ്മുടെ ഈ വെച്ച സാധനങ്ങളൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക്, പടവലങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മുടെ ഈ അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തത്തിപ്പൊത്തിയൊക്കെ വെച്ചിട്ട് ഒന്നും കൂടെ അടച്ച് വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മ ചിക്കൻ കഴുകാൻ പോയി, അതൊക്കെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കാണുന്നത്. പിന്നെ ഇടയ്ക്ക് വെള്ളം വറ്റി വരുമ്പോൾ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ അരപ്പൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതേ കൂട്ട്. എന്നിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഇങ്ങനെ തോന്നു വരുന്ന ഒന്നും ഉടഞ്ഞിരിക്കണം കേട്ടോ. ആ രീതിയിലാവുമ്പോഴാണ് ഇത് തീ ഓഫ് ചെയ്യേണ്ടതെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ ഉപ്പും പാകത്തിനെല്ലാം കറക്റ്റാണ്. പിന്നെ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ്, ഒരു മണവും കിട്ടും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക, അതിൻ്റെ ഒരു മണവും കൂടി ആകുമ്പോഴത്തേക്ക് സെറ്റ് കേട്ടോ, അടിപൊളിയാണ്. ഇതാ ഇങ്ങനെ ഈ ഒരു പരുവത്തിന് ഇരിക്കണം, നല്ല ടേസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്, അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളിയാണ്. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ പിന്നെ അമ്മ കഴുകാൻ വീണ്ടും അങ്ങോട്ട് പോയി. കുറച്ചൊക്കെ എടുത്ത് നമ്മൾ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ളത് മാറ്റി വെക്കുന്നുണ്ട്. അതിനകത്ത് 2-3 തരം തിരിച്ചാണ് അമ്മ വെച്ചേക്കുന്നത്. ഒന്ന് ഫ്രൈക്ക് വേണ്ടിയിട്ടും പിന്നെ കുറച്ച് കറിക്ക് വേണ്ടിയിട്ട്. ഇന്ന് വൈകിട്ടങ്ങനെ കറി ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് രാവിലെ സാമ്പാറൊക്കെ വെച്ചത് ഇരിപ്പുണ്ട്. പിന്നെ ഇതാ ഈ കട്ട് ചെയ്തെടുത്ത പീസ് നമ്മൾ ബർഗർ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ടാണ്, ബർഗറല്ല സാൻഡ്വിച്ച്.
സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം അതിൻ്റെ പ്രത്യേക ഒരു വേറെ മസാലയൊക്കെ തേച്ച് അതും ഒന്ന് പുരട്ടി വെക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി വീഡിയോ ഒക്കെ ഞാൻ ഇടാം കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളൊന്ന് പുറത്തിറങ്ങി വന്നതാണ്. വലിയൊരു പയർ കേട്ടോ, ഇത്ര നീളത്തിന് പിടിക്കുന്നത് ആദ്യമായിട്ടാണ്. ബാക്കിയെല്ലാം ഇങ്ങനെ മുരടിച്ച് പോവുകയാണ്. പിന്നെ ഓരോ സാധനങ്ങൾ എൻ്റെ അമ്മ കൊണ്ടുവന്ന് കാണിക്കായിരുന്നു. ചീര ഞാൻ ഒരെണ്ണം നട്ടിട്ടുണ്ട്, അത് കിളിച്ചൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ കൊങ്ങിണിയൊക്കെ നല്ല പൂ വിരിഞ്ഞ് നിൽപ്പുണ്ട്. നമ്മുടെ എലിയുടെ ശല്യം ഭയങ്കര ആയതുകൊണ്ട് ഇതിൻ്റെ ചെവിട് തന്നെ കുഴിച്ച് വെച്ചിട്ടുണ്ട്, അത് ആന കുഴിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വെള്ളരി മുറ്റിയതല്ലല്ലോ, മുരടിച്ച് പോയി, അത്രേ ആവുന്നുള്ളൂ കേട്ടോ, അങ്ങോട്ട് വലുതായിട്ട് വരുന്നില്ല. പിന്നെ അമ്മ വന്ന് ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. നമുക്ക് രാവിലെ തന്നെ കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇന്ന് ചിക്കൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചത് തന്നെ. അപ്പോൾ സാമ്പാറിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ, ഉള്ളി സാമ്പാറായിരുന്നു കേട്ടോ. അമ്മയുടെ സ്പെഷ്യൽ ഒരു ഐറ്റമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ ഉള്ളി സാമ്പാർ, ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി ടേസ്റ്റാണ്. ഉള്ളി സാമ്പാറും ഇഡ്ഡലിയും കൂടെ ആയിരുന്നു രാവിലെ. എനിക്ക് അടിപൊളി കോമ്പിനേഷനാണ്. അതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഒരു വട്ടം ഇടാം കേട്ടോ. ഇന്ന് രാവിലെ അമ്മ എല്ലാം രാവിലെ തന്നെ വെച്ചതുകൊണ്ട് എനിക്കത് എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ശാലുമോള് വന്നിട്ടുണ്ടായിരുന്നു. അവൾ അവിടെ നിന്ന് രാവിലെ ഇറങ്ങിയതാണ്, ബസ് കിട്ടി ഇനി വന്നപ്പോഴത്തേക്ക് ഉച്ചയായി കേട്ടോ. അവൾ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ എന്താ ഞങ്ങൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് രാവിലത്തെ സാമ്പാറും പിന്നെ ചിക്കൻ ഫ്രൈയും സാലഡും പിന്നെ എന്തായിരുന്നു, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കൂട്ടുകറി, പടവലങ്ങിയ കൂട്ടുകറി, അടിപൊളി ടേസ്റ്റാണേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഉച്ചക്കാലത്തെ ഊണ് കഴിക്കാൻ, അതായത് എനിക്ക് ചോറിനോട് ഇപ്പോൾ ഭയങ്കര കൊതിയാണ്. പക്ഷേ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ടും വെയിറ്റ് കൂടുന്നത് കാരണം നമുക്ക് ചോറ് അധികം കഴിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. കൊണ്ട് ഞാൻ ഒരു പൊടിക്ക് ഇച്ചിരി ഇട്ടിട്ട് കറികളൊക്കെ കൂട്ടി എടുത്താണ് കഴിക്കുന്നത്. നേരത്തെ ഞാൻ ഇങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഈ കുറച്ച് നാൾ കൊണ്ട് എനിക്ക് ചോറൊക്കെ ഒരുപാട് കഴിക്കാനൊക്കെ ഭയങ്കര കൊതി തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോന്നും അറിയത്തില്ല, പക്ഷേ നമുക്കധികം കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ഉടനെ എൻ്റെ അമ്മ പറഞ്ഞാൽ കേൾക്കത്തേ ഇല്ല കേട്ടോ. ഇതാ ഇപ്പം കണ്ടോ, ഫുഡ് കഴിച്ചങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, ഒട്ടന്നെ തൂക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ മഴ പെയ്യുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തൂക്കണമെന്ന് പറഞ്ഞ ഒരു കുറ്റി ചൂലെടുത്തിട്ടാണ് തൂക്കാൻ തുടങ്ങിയത്. നമ്മൾ ഫുഡ് കഴിച്ച ഉടനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുനിയാൻ പാടില്ല. നെഞ്ചിരിച്ചിലും ഗ്യാസിൻ്റെ പ്രശ്നവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞ കേൾക്കണ്ടേ. ഞാൻ പിന്നെ വഴക്ക് പറഞ്ഞ് അവസാനം ആ കുറ്റിച്ചൂല് മാറ്റിയിട്ട് ആ നീളമുള്ള ചൂല് വെച്ചാണ് തൂത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം വന്ന് കിടക്കിയിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കുഞ്ഞനും ശാലും കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുമാത്രമല്ല നമുക്ക് വീട്ടിൽ കുറച്ച് ആവശ്യത്തിന് സാധനം കൂടെ വേണമായിരുന്നു. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, തണുപ്പടിച്ച് ബാറ്ററി പിന്നെയും കംപ്ലൈൻ്റ് ആയി. ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻ്റ് ആയിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് അനങ്ങുന്ന പോലും ഇല്ലായിരുന്നു. അങ്ങനെ അത് നോക്കി ഇറങ്ങിപ്പോയ എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റി എന്നിട്ട് ആ പടിയിലൊറ്റ ഇടി, ഒരു മിന്നലടിച്ചതുപോലെ ആയിരുന്നു. എന്തൊരു വേദനയായിരുന്നു. പിന്നെ അമ്മ കുറേ നേരം ഇരുന്ന് തടവിയൊക്കെ തന്നു. അത് കഴിഞ്ഞ് അമ്മ പിന്നെ പോയി കുളിച്ചിട്ടൊക്കെ വന്ന് വട ഉണ്ടാക്കി കേട്ടോ. കുറച്ച് പരിപ്പ് മാറ്റി വെച്ചിരുന്നത് അതിൽ നിന്നെടുത്ത് വട ഉണ്ടാക്കി. ഞാൻ അതിൻ്റെ പകുതി ഇച്ചിരിയോളം കഴിച്ചിട്ട് പിന്നീട് ആപ്പിളൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ചായയും ആപ്പിളും കൂടെ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? ചായയല്ല, കട്ടനായിരുന്നു. അതും കൂടെ ആക്കി ഞാൻ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. പിന്നെ അമ്മ രാത്രിയിലേക്കുള്ള ചിക്കൻ കറി ഉണ്ടാക്കുമായിരുന്നു. നമ്മുടെ പെപ്പർ ചിക്കനാണേ. ഇതിന് മുന്നേ ഞാൻ പെപ്പർ ചിക്കൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ ഇതാ ലൈവിന് പോവുമായിരുന്നു. ഞാനും ശാലുമോളും ഉണ്ട്, അമ്മ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് ലൈവിന് പോയിട്ട് ഒത്തിരി നാളിന് ശേഷമാണ് ഞാൻ ലൈവിൽ കയറിയത്, ഇന്നലെ യൂട്യൂബിൽ. പക്ഷേ എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയൊരു കാര്യമായിരുന്നു. നമ്മുടെ ഫാമിലിയെ വെച്ച് കമ്പയർ ചെയ്യുകയും പിന്നെ നമ്മുടെ ഫാമിലി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പോലും അറിയാതെ മനസ്സിലാക്കാതെ വന്നിട്ട് എന്തൊക്കെയോ വായി വരുന്ന വിളിച്ച് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അതേപോലെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ. നമ്മൾ കമൻസൊക്കെ വരുമ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് അങ്ങനെ വിടത്തേ ഉള്ളൂ, അങ്ങനെ അധികം റിപ്ലൈ കൊടുക്കാറില്ല. എന്നാലും ചിലതിനൊക്കെ കാണുമ്പോൾ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇത് നമ്മുടെ ലൈവിൽ കയറിയിട്ട് നമ്മുടെ അടുത്ത് നിന്ന് വന്ന് അനാവശ്യം പറയുമ്പോൾ നമ്മൾ എന്തായാലും പ്രതികരിച്ച് പോകുമല്ലോ. ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു എനിക്ക് ഇന്നലെ ലൈവിൽ കയറിയപ്പം തന്നെ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ചിലരൊക്കെ അങ്ങനെയാണ്. പിന്നെ വീഡിയോ എടുക്കാൻ ഒരു മൂഡില്ലാത്തതുകൊണ്ട് അങ്ങ് ഫുഡും കഴിച്ചിട്ട് അങ്ങ് കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. ടാറ്റ, ബൈ, സീ യു.